എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗമാണ്. അതായത് സൈൻ വേവ് ഇൻവെർട്ടറിലോ MPPTയിലോ അതിൽ തെളിയുന്ന ലോഗോ നെയിം നമ്മുടെ പേരോ ഇല്ലെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ പേരോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കാണേണ്ടതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ലൈനിൽ വന്നിട്ട് ഇവിടെ നമ്മൾ 2020 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ലെറ്ററിൻ്റെ സ്പേസ് ഇവിടെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ സോളാർ പവർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 ലെറ്റർ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ സ്പേസ് കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാൻ വേണ്ടിയാണ് ഈ 2020 കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ സോളാർ പവർ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. സോളാർ പവർ ടൈപ്പ് ചെയ്യുന്നതിന് നമുക്ക് എസ് കോഡിൻ്റെ ആവശ്യമുണ്ട്. ആ എസ് കോഡ് നമ്മൾ ടോട്ടലി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിൻഡോയിൽ നിന്നും നോക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ് കോഡ് നമ്മളിവിടെ നോക്കിയിട്ട് ആ കോഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ സോളാർ പവർ എന്നുള്ളതിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് SO 2 ലെറ്ററാണ് ഒരു ടേബിളിൽ വരുന്നത്. ആദ്യത്തെ ടേബിളിൽ 2 സ്പേസ് വന്നത് 2020 കൊടുത്തപ്പോഴാണ് ഇവിടെ 2 സ്പേസ് വന്നത്. അടുത്തത് 4F ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4F ആണ് SO എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ റിവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. SOയുടെ ലെറ്റർ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എസിന് കിട്ടിയിരിക്കുന്നത് 4Fഉം Oയിന് കിട്ടിയിരിക്കുന്നത് 53 ആണ്. അപ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മളിവിടെ ക്യാപ്സിലാണ് ഈ ലെറ്റർ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എസ് കോഡ് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ 4F 53 എന്നുള്ളത് നമുക്കിവിടെ 53 4F കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നോക്കാം. 53 4F. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ SO എന്നുള്ളത് റിവേഴ്സ് ആയിട്ട് വരുന്നത് കാണാം. OS ആയി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ആയിട്ട് ഹെക്സ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ 4F എന്നുള്ളത് ആദ്യം കൊണ്ടുവരിക, അതിനുശേഷം 53 രണ്ടാമത്തെ ലെറ്ററായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇവിടെ വരുന്ന ഈ OS നേരെ തിരിഞ്ഞ് SO ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ 2 ലെറ്ററിൽ എല്ലാത്തിലും അതേപോലെ ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് LA ആണ്. അപ്പോൾ ഈ LA എന്നുള്ളത് A ആണ് 4C, L ആണ് 41. അപ്പോൾ നമുക്ക് 4C 41 തിരിച്ചൊന്നിടാം. അപ്പോൾ 41 4C. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ മാറുന്നില്ല. അടുത്ത ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ലെറ്റർ ഇവിടെ അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഈ ലെറ്റർ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ OS LA. അപ്പോൾ ഇതേപോലെ ക്യാപിറ്റൽ ലെറ്ററിലെ എക്സ് കോഡാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് തിരിച്ച് ടൈപ്പ് ചെയ്ത് ഇതേപോലെ പേരുകൾ കൊണ്ടുവരാവുന്നതാണ്. അടുത്തത് വരുന്നത് PO ആണ്. PO 4F 50 ആണ്. അത് നമുക്ക് 50 നമ്പറാണ്. P 4F O ആണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഒരേ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ 4F ഉണ്ട്, ഇവിടെ 4F ഉണ്ട്. ഈ O ആണ് 4F വരുന്നത്. അപ്പോൾ ഈ PO എന്നുള്ളത് നമുക്ക് OP ആക്കണമെങ്കിൽ ഇവിടെ 50 ആദ്യം കൊടുത്താൽ മതി. അതിനുശേഷം 4F കൊടുക്കാം. 50 4F. ഇനി അടുത്ത റോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് മൂന്നാമത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ OP ആയി. ഇപ്പോൾ OS LA OP. അപ്പോൾ നമുക്കിത് ഒരു ലെറ്റർ ഓർഡറിൽ വായിക്കാൻ പറ്റിയ ഒരു പേരാണെങ്കിൽ ഇത് കൃത്യമായിട്ട് വായിക്കാം. ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ സോളാർ പവർ എന്നുള്ളതിന് WER ഉണ്ട്. ഇവിടെ വരേണ്ടത് SO LA PO ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ SO നമുക്കിവിടെ കറക്റ്റ് ചെയ്യാം. SO ഇവിടെ നമ്മളിവിടെ 4F രണ്ടാമത്തെ ലൈനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 4F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ആണ്. അപ്പോൾ S നമ്മൾ ആദ്യം കൊണ്ടുവരണമെങ്കിൽ 4F ആദ്യം ടൈപ്പ് ചെയ്യുക, പിന്നെ 53 ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ SO ആയി. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് LA ആണ്. സോള. ഇത് LA എന്നുള്ളത് സോള. നമ്മളിവിടെ 41 4C ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 41 4Cക്ക് പകരം നമ്മളിവിടെ ആദ്യം 4C 41 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ SO AL ആവും. അപ്പോൾ ഈ AL നമുക്കിവിടെ തിരിച്ചിടാനായിട്ട് ഈ 4C 41ന് പകരം 41 4C ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ SO LA സോള പവർ. അതിനിപ്പോൾ OP ആണ് കിടക്കുന്നത്. OPക്ക് ഇവിടെ നമ്മൾ
എക്സ് കോഡ് വന്നിരിക്കുന്നത് 50 4F. ഓ ഇപ്പുറത്ത് വരുന്നതിന് വേണ്ടി ഈ 4F നമ്മൾ ആദ്യം കൊണ്ടുവരണം. അപ്പോൾ 4F 50 അങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. 4F 50. ഇപ്പോൾ ഇവിടെ സോളാർ പവറായി. ഇപ്പോൾ ഈ 2020 പകരം ഇവിടെ 2 സ്റ്റാർ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ആ സ്റ്റാറിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആ സ്റ്റാർ ഇവിടെ, അപ്പോൾ നമുക്കിവിടെ 2 സ്റ്റാർ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർ കൊടുക്കുന്നതിനായിട്ട് ഈ 2020 എന്നുള്ള ഗ്യാപ്പിൽ സ്റ്റാറിൻ്റെ ഹെക്സ് കോഡ് കൊടുക്കാം. 2A ആണ് സ്റ്റാറിന്റെ ഹെക്സ് കോഡ്. അപ്പോൾ 2A അടിക്കാം. അപ്പോൾ സ്റ്റാർ വന്നിട്ടുണ്ട്. പിന്നെയും ഒരു 2Aയും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സ്റ്റാറായി. ഇവിടെ 2 സ്റ്റാർ. ഇനി നമുക്ക് ഇവിടെ 2 സ്റ്റാറിന് പകരം ഒരു സ്റ്റാറും ഒരു ഹാഷും ആക്കണമെങ്കിൽ ഹാഷിന്റെ എക്സ് കോഡ് അറിഞ്ഞിരിക്കണം. ഹാഷിന്റെ എക്സ് കോഡ് 23 ആണ്. അപ്പോൾ ഇവിടെ 2A സ്റ്റാർ ആദ്യം വരേണ്ടതുകൊണ്ട് നമ്മൾ 2A രണ്ടാമതാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഹാഷിന്റെ എക്സ് കോഡ് 23 എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം 2A കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സ്റ്റാറും വന്നു, ഹാഷും വന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് A to Z പ്രോഗ്രാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ താഴത്തെ ലൈനിലും എഡിറ്റ് ചെയ്യാം. WE എന്നുള്ളത് ഇവിടെ കാണാം 57 45 ആണ്. നമുക്കിവിടെ 45 57 എന്ന് കൊടുത്തിരിക്കുന്നത് EW ആണ്. അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 57 ആദ്യം കൊണ്ടുവന്ന് 57 45 57 45 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ EW ആയി. അപ്പോൾ ആ 57 45 തിരിഞ്ഞു വന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് 45 57 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെയാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത ഭാഗം ഓക്കെ ആയി സേവ് ചെയ്തെടുക്കുക. അപ്പോൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് എക്സ് കൊടുക്കുക. എക്സ്പോർട്ട് എക്സ് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ട ഒരു ഫോൾഡർ എടുക്കുക. ഇല്ലെങ്കിൽ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. നമുക്കിതിനൊരു ഫയൽ കൊടുക്കാം. ഇപ്പോൾ ഫയൽ കൊടുക്കുന്നത് നമുക്ക് ഏത് ഫയൽ നെയിം വേണമെങ്കിലും കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് സൈൻ വേവ് സേവ് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഹെക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടെസ്റ്റ് സൈൻ വേവ് ഹെക്സ് എന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെക്സ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ആ എഡിറ്റ് ചെയ്ത പ്രോഗ്രാം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ഇത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ഫയല് ഇമ്പോർട്ട് എക്സ്. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹെക്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ട് എക്സ് കൊടുക്കുക. എവിടെയാണ് കിടക്കുന്നത് സോഴ്സ് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് ഇവിടെ ടെസ്റ്റ് സൈൻ വേവ് എക്സ് എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എക്സ് സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പേര് കാണാവുന്നതാണ്. സ്റ്റാർ ഹാഷ് സോളാർ പവർ. നിങ്ങൾക്ക് ഓരോ ഹെക്സും ഇതേപോലെ ഹെക്സ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഹെക്സ് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ലോഗോ നെയിമോ നിങ്ങളുടെ പേരോ ഇല്ലെങ്കിൽ ഇതിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും മുഴുവനായിട്ടും എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു ഹെക്സ് ആണ്. അപ്പോൾ വേറൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം വലിയ വിൻഡോയിലാണ് അത് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ വിൻഡോയിലാണ്. അപ്പോൾ വലിയ വിൻഡോയിൽ മുമ്പ് താഴത്തെ വിൻഡോയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ബൈറ്റ്സ് AC എന്നുള്ളത് ഇതിന് പകരം ഹെക്സ് ഓൺലി ആണ് ഇതേപോലെ കിടക്കേണ്ടത്. അപ്പോൾ ഇവിടെയും ഹെക്സ് ഓൺലി ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വിൻഡോയിന് പകരം ഈ വലിയ വിൻഡോയിൽ എഡിറ്റ് ചെയ്യുന്നതിന് ഹെക്സ് ഓൺലി എന്നുള്ളത് മാറ്റിയിട്ട് ബൈറ്റ് ASCII കൊടുക്കുക. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ പേര് സോളാർ പവർ എന്നാണ്. അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഈ വിൻഡോയിൽ ഇങ്ങനെ പതിയെ സ്ക്രോൾ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ പേര് ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോവും ബാർ പിടിച്ച് വലിച്ച്. ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ് SOLAPOWER. അപ്പോൾ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെയാണ് വരുന്നതെങ്കിലും ഇവിടെ 3 ലെറ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ വരുന്നത് 0 2 E 8 ആദ്യത്തെ റോയും രണ്ടാമത്തെ റോ 2 0 2 FOയും മൂന്നാമത്തെ റോ 2F8ഉമാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഈ 2 ലൈനിലാണ് ചെയ്യുന്നത്. ഈ 2 ലൈനിൽ ആദ്യം 2 സ്പേസ് കിട്ടാൻ ഇല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ 2020 അതായത് സ്പേസ് ആണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് അക്ഷരം അടിക്കുമ്പോഴും 4 റോയാണ് ഉള്ളത്. 1 2 3 4 റോയിൽ 6 ലെറ്ററുകളാണ് ഉള്ളത്. നേരത്തെയിൽ 4 ലെറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ 6 ലെറ്ററുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ സോളാർ പവർ എന്നുള്ള SOLA ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സെയിം തന്നെയാണ് 4F53 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ 2 0 എപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ആദ്യത്തെ 0 അവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ 0 നമ്മൾ ഓൾറെഡി എല്ലാത്തിലും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലെറ്ററുകൾ എഡിറ്റ് ചെയ്തപ്പോൾ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 0 0 പിന്നെ 2020. അപ്പോൾ ഈ ഭാഗത്ത് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 00 4F53 ഇതാണ് വന്നിരിക്കുന്നത് 4F53.
അപ്പോൾ നമുക്ക് ആ 4F53 എന്നുള്ളത് 534F ആക്കാം. അപ്പോൾ ആദ്യം 2 00 കൊടുക്കണം, പിന്നെ 534F. അടുത്ത റോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലെറ്ററുകൾ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത പോലെ സെയിം തന്നെയാണ് എഡിറ്റിങ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ച് തന്നെ കൊടുക്കാം. 0053 4F മാറ്റിയിട്ട് 4F53 ആക്കാം. 4F53 ഇപ്പോൾ പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 സ്പേസിന് പകരം നമുക്ക് ഹാഷോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ @ എന്നുള്ളതും ആൻഡിന്റെ ചിഹ്നമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം @ വരുന്നതിനായിട്ട് @ന്റെ എക്സ് കോഡ് 40 ആണ്, ആൻഡിന്റെ ചിഹ്നം 26 ആണ്. അപ്പോൾ 40 26 ആണ്. അതിന് പകരം 26 40. അപ്പോൾ 2 00 26 40. അപ്പോൾ ഇവിടെ @ ആൻഡിന്റെ ചിഹ്നവും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ഇത്ര എഡിറ്റ് ചെയ്തിട്ട് ഇനി സേവ് ചെയ്യുകയാണ്. അതിന് ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് എക്സ് കൊടുക്കാം. എക്സ്പോർട്ട് എക്സിൽ ഡെസ്ക്ടോപ്പിലാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പേര് കൊടുക്കാം, നമുക്ക് ബിഗ് വിൻഡോ എന്ന് കൊടുക്കാം. ഏത് പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ബിഗ് വിൻഡോ എന്ന് അതിനൊരു ഫയൽ നെയിം കൊടുത്തിരിക്കുന്നു. സാധാരണ നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്ത ആ പേര് തന്നെയാണ്. ഇത് സേവ് ചെയ്യാം. നമുക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ടെസ്റ്റ് സൈൻ വേവും ബിഗ് വിൻഡോയും വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് വിൻഡോ ഇവിടെ ഇപ്പോൾ വേറൊരു പ്രോഗ്രാം കൊണ്ടുവന്നിടുകയാണെങ്കിൽ നമുക്കത് അറിയാവുന്നതാണ്. ആദ്യം ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക, ഒരു പ്രോഗ്രാം കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം സോളാർ പവർ തന്നെയാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ ആൻഡ് @ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സ് നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ട് ഫയൽ ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പിൽ ബിഗ് വിൻഡോ എന്ന് വന്നിട്ടുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയോ ചെയ്യാം. നമുക്ക് ഇവിടെ കാണാവുന്നതാണ് @ സോളാർ പവർ. ഇങ്ങനെയാണ് വലിയ വിൻഡോയിലും നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്രോഗ്രാമാണ്. പിക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടർ അല്ലെങ്കിൽ MPPTയിലേക്ക് വരുന്ന ഡിസ്പ്ലേയിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ ലോഗോ നെയിം അതുമല്ലെങ്കിൽ A to Z ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നമ്മളുടെ സ്റ്റൈലിലാക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.